നമസ്കാരം. LPUP ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്ന ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നത്. 3Cs എന്താണ് എന്ന ചോദ്യം ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു ചോദിച്ചിരുന്നു. ചിലര് അതെന്താണ് എന്നിങ്ങനെ അന്വേഷിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് 3Csനെ 4Cs എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണേ. അപ്പം 3Cs എന്താണ് എന്ന് നോക്കാം. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതാണ് 4Cs. അപ്പൊ അതിനെ 3Csലേക്ക് മാറ്റുമ്പോൾ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളോട് ചോദിക്കുന്നത് അതിനനുസരിച്ച് ഉത്തരം പറയുക. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം. അതായത് കുട്ടികൾ തങ്ങളുടെ ആശയങ്ങളെ തനതായ രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കുമ്പോഴാണ് അത് ക്രിയേറ്റീവ് ആവുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് ചോദിച്ചാലോ, ഏതൊരു ആശയത്തെയും കുട്ടി വിമർശനാത്മകമായി ചിന്തിച്ച് ശാസ്ത്രീയ അടിത്തറയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രീതിയാണല്ലോ ക്രിട്ടിക്കൽ തിങ്കിങ്. അടുത്തത് കൊളാബറേഷൻ. നമ്മളുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കോൺസെപ്റ്റാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അതായത് സഹവർത്തിത്വം എന്ന് പറഞ്ഞു അല്ലെ. കുട്ടികൾ അവനവന്റെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുന്നു, തങ്ങളുടെ ആശയങ്ങൾ ചർച്ചയിലും സംവാദത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നു, അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. ഈ മുകളിൽ പറഞ്ഞ ഓരോ സ്കില്ല് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അതിന് തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ വേണം. കൃത്യമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആശയവിനിമയം കുട്ടിക്ക് തങ്ങളുടെ ഉള്ളിലേക്കുണ്ടായ സർഗാത്മകതയാവട്ടെ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഫലമായുള്ള ആശയങ്ങളാകട്ടെ, കൊളാബറേഷന്റെ ഫലമായിട്ടുണ്ടായ കാര്യങ്ങളാകട്ടെ, ഇതെല്ലാം തങ്ങളുടെ കൂടെയുള്ള പങ്കാളികളെ അറിയിക്കണം അല്ലെ, പിയർ ഗ്രൂപ്പിനെ അറിയിക്കണം. അതിന് കൃത്യമായ രീതിയിലുള്ള ആശയവിനിമയ ശേഷി വേണം. ഇനി ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, കൊളാബറേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ 4Cs എന്ന് ചോദിച്ചാലും 3Cs എന്ന് പറഞ്ഞാലും നിങ്ങൾ ഉത്തരം പറയും അല്ലേ. അപ്പോൾ ഭംഗിയായി ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ, കോൺഫിഡന്റ് ആയിട്ട്.